ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ്റെ തിയറി ക്ലാസ്സാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൽ S1 S2 L1 എന്നുണ്ട്. അപ്പോൾ S1 S2 എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറൻറ്റ് സ്വിച്ചുകളാണ്. L1 എന്ന് പറഞ്ഞാൽ ലൈറ്റ് 1 എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ S1 ഓണ് S2 ഓണ് ആക്കുമ്പോൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ലൈറ്റ് ഓഫ്. S1 ഓഫ് S2 ഓഫ്, അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് L1 ഓഫ്. S1 ഓണ് S2 ഓഫ്, അപ്പോൾ നമുക്ക് വരുന്നത് ലൈറ്റ് ഓണ്. S1 ഓഫ് S2 ഓണ്, അപ്പോഴും നമുക്ക് ലൈറ്റ് ഓൺ തന്നെയാണ് കിട്ടുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയണം എന്താണ് സ്റ്റെയർ കേസ് വയറിംഗ് ആണെന്ന്, അല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂമിലൊക്കെ ചെയ്യുന്ന 2-way കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസ് വയറിംഗ് ആണെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ നമുക്ക് പിക്ചർ നമ്മൾ വരച്ച് കാണിച്ചു തരാം. ഇത് നമ്മൾ സിമ്പിളായിട്ടാണ് വരച്ച് തരുന്നത് എത്രയും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 2-way സ്വിച്ചിൻ്റെ സിമ്പിളായിട്ട് ഇങ്ങനെ 3 ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പുറത്തും 2-way സ്വിച്ചിൻ്റെ 3 ഡോട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇതിൽ ലൈറ്റ് നമ്മളിങ്ങനെ ലൈറ്റിൻ്റെ സിമ്പിളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ന്യൂട്രൽ ഫേസ് ഇങ്ങനെ ലൈൻ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഫേസ് ലൈന് ഡയറക്റ്റ് ഈ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്ക് കൊടുക്കുക. ന്യൂട്രൽ ലൈറ്റിൻ്റെ ഒരറ്റത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒരറ്റത്തെ ഭാഗം നമ്മൾ ഈ ഒരു സ്വിച്ചിൻ്റെ സെൻട്രൽ പൊസിഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടി. ഇനി ഈ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ ക്രോസ് രീതിയിലാണ് കൊടുക്കേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടും. അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിയിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ വൃത്തിയിലൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ വേഗം ഇങ്ങനെ കാണിച്ചു തരുന്നത് മാത്രം. ഇങ്ങനെയാണ് നമുക്ക് കണക്ഷൻ വരേണ്ടത്. ഇങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും. ഇത് നമ്മൾ പുതിയ സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും പഴയ സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ന്യൂ ടൈപ്പ് സ്വിച്ച് ആയാലും ഓൾഡ് ടൈപ്പ് അതായത് സ്ക്രൂ ടൈപ്പ് സ്വിച്ച് ആണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സെയിം റിസൾട്ട് നമുക്ക് കിട്ടും. എന്നാൽ നമുക്ക് ഇതേപോലെ ഒരു പഴയ സ്വിച്ചും ഒരു പഴയ ഓൾഡ് ടൈപ്പ് സ്വിച്ച് ന്യൂ ടൈപ്പ് സ്വിച്ച്. ഈ ന്യൂ ടൈപ്പ് സ്വിച്ച് എന്ന് പറയുന്നത് പ്രസ്സിങ് ടൈപ്പ് സ്വിച്ചാണ്. ഇത് രണ്ടും വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ട മെത്തേഡ് ഇത് നേരെ ഡിഫറൻ്റ് ആവും. അതായത് ഇവിടെ ഒരു ന്യൂട്രൽ വരും, ഇവിടെ ഒരു ഫേസ് വരും, ഇങ്ങനെ ലൈറ്റിൻ്റെ സിമ്പൽ വരും. സ്വിച്ചിൻ്റെ സിമ്പലായിട്ട് ഇങ്ങനെ 3 ഡോട്ട് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കുക. ഈ ലൈറ്റിൻ്റെ ഒരറ്റത്തെ ഭാഗം ഇതിൻ്റെ ലൈറ്റ് സെൻട്രൽ പൊസിഷനിലേക്ക് കൊടുക്കുക. ന്യൂട്രൽ കോമൺ ആയിട്ട് ലൈറ്റിൻ്റെ മറ്റേ അറ്റത്തേക്ക് കൊടുക്കുക. ഫേസ് സെൻറ്ററിലേക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾഡ് ടൈപ്പാണ്, ഇത് ന്യൂ ടൈപ്പ്, ഇത് പ്രസ്സിങ് ടൈപ്പും ഓൾഡ് ടൈപ്പും. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇങ്ങനൊരു രീതി നമുക്ക് എപ്പോഴും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട്ടിലെ ഒരു സൈഡിലെ സ്വിച്ച് ബോർഡ് പുതിയതും ഒരു സൈഡിലെ പഴയതും ആക്കുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കണക്ഷൻ ചെയ്യാം. ഇനിയിപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിച്ചോളണമെന്നില്ല. ഈ ഓൾഡ് ടൈപ്പും ന്യൂ ടൈപ്പും രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാറുമാർ ചില സമയത്ത് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്
ചോദിച്ചു എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു മെത്തേഡാണ് എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചു വരിക. അപ്പോൾ അത് അങ്ങനെയാണ്. ഇനി നമുക്ക് വീണ്ടും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് S1 ഓണ്, S2 ഓണ്, അപ്പോൾ ലൈറ്റ് ഓണ്, S1 ഓഫ്, S2 ഓഫ്, ലൈറ്റ് ഓണ്, S1 ഓണ്, S2 ഓഫ്, ലൈറ്റ് ഓഫ്, S1 ഓഫ്, S2 ഓണ്, ലൈറ്റ് ഓഫ്. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം സ്റ്റെയർ കേസാണ്. ഇതും നമുക്ക് സ്റ്റെയർ കേസ് വയറിങ് തന്നെയാണ്. വയറിങ് തന്നെയാണ് നമുക്കിതിൽ വരുന്നത്. ഇത് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കുകയാണ് നമുക്ക് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഓപ്പോസിറ്റ് പൊസിഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിത്രം ഞാൻ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ലൈറ്റിൻ്റെ സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കുക. 2A സ്വിച്ചിന് 3 ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. 2 സൈഡിലും ന്യൂട്രൽ, ഫേസ് ലൈന് നമുക്ക് ഇതേപോലെ സെൻറ്ററിലേക്ക് തന്നെ കൊടുക്കുക. ലൈറ്റിൻ്റെ ലീഡ് ഇതേപോലെ സെൻറ്ററിലേക്ക് തന്നെ കൊടുക്കുക. ന്യൂട്രൽ കോമൺ ആയിട്ട് ഈ ഒരു കണക്ഷനിലേക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിൽ മാറ്റം വരുന്നത് നമ്മൾ ഈ ഒരു കണക്ഷനിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് സ്ട്രൈറ്റ് ആയിട്ട് കൊടുക്കണം. ഇത് ന്യൂ ടൈപ്പ് സ്വിച്ച് ആണെങ്കിലും 2 ന്യൂ ടൈപ്പ് സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും ഓൾഡ് ടൈപ്പ് സ്വിച്ച് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ കൊടുക്കണം. രണ്ട് കണക്ഷനും ഈ ഒരു രീതിയിൽ തന്നെയാണ് വരിക. ഇനി ഒരു ഓൾഡ് ടൈപ്പ് സ്വിച്ചും ന്യൂ ടൈപ്പ് സ്വിച്ചും വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കണക്ഷൻ വരുന്നത് ഫേസ്, ന്യൂട്രൽ, ലൈറ്റ് ന്യൂട്രലിലേക്ക് കൊടുക്കുന്നു. സ്വിച്ചിൻ്റെ 3 സിമ്പിൾ ഇങ്ങനെ കൊടുക്കുന്നു. ലൈറ്റിൻ്റെ ലീഡ് ഇങ്ങനെ കൊടുക്കുന്നു. ഫേസ് ഇങ്ങനെ ഡയറക്റ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്തിരുന്നത്, ഇപ്പോൾ ഇവിടെ മാറ്റം വരുന്നത് ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യണം. ഇവിടെ ഓൾഡ് ടൈപ്പ് സ്വിച്ചും ഇത് ന്യൂ ടൈപ്പ് സ്വിച്ചും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ കൂടുതലായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.